ഇന്ത്യയിൽ കാളവണ്ടിയാണ് നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം വയ്ക്കുമ്പോൾ. അപ്പോൾ നെഹ്റുവാണ് ഒരു മീറ്റിങ്ങിൽ ചോദിച്ചതെന്ന്, ഈ കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ പുറത്ത് ഒരു റബ്ബർ ഘടിപ്പിച്ച ഘർഷണം ഒരുപാട് കുറയൂലേ, കുറച്ചും കൂടെ സ്പീഡും കാളകൾക്ക് കുറച്ചും കൂടെ വിഷമമില്ലാതെ വലിക്കാനും പറ്റൂലേ എന്ന് ചോദിച്ചത് നെഹ്റുവാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതായത് ദീർഘവീക്ഷണമുള്ള പൊളിറ്റീഷ്യൻസിന് അവർ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ശാസ്ത്ര സമൂഹം ഇരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ വിൽ പവർ വേണം. നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര സ്വർഗ്ഗമെന്ന് അറിയുന്നത്. ആ ഭോപ്പാലിൽ ദുരന്തം വന്നു, ഒരു പാവങ്ങളാണ് മരിച്ചത്, മുഴുവൻ പാവങ്ങളാണ്. അതിൻ്റെ ചുറ്റും ഈ ഫാക്ടറിയുടെ ചുറ്റും ചെറിയ ചെറിയ കുടിലുകൾ കെട്ടി കുറേ പേര് അവിടുത്തെ ജീവനക്കാരുണ്ട്. കുറേ പേര് ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും ഇവർക്ക് സാധനം കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കൊച്ചു കടകൾ ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ളവരാണ് മരിച്ചു പോയത് അത്രയും. യൂണിയൻ കാർബൈഡ് ശരിക്കും ഇപ്പോഴും നേരെ ചൊവ്വേ കോമ്പൻസേഷനൊന്നും കൊടുത്തിട്ടില്ല. അന്ന് വെച്ച് നമ്മുടെ അടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, യൂണിയൻ കാർബൈഡിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് എവറഡി ബാറ്ററി, അന്ന് അതാണ് ബാറ്ററി ഉള്ളത്, എവറഡി ബാറ്ററി ബഹിഷ്കരിക്കുക. ഈ ഒരു ഭോപ്പാലിലെ പിന്നെ ഹത്യയ്ക്ക് എതിരായിട്ട് തന്നെ അതൊരു വളരെ ക്ലിക്ക് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. കാരണം ഈ യൂണിയൻ കാർബൈഡിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ കാണാൻ വന്നു. എന്നുവെച്ചാൽ മാഷ് ചൈനയിൽ പോയിട്ട് മിനി ഹൈഡൽ പ്രോജക്ട്സ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ്, അതാണ് ചെയ്തത്. ചൈനയുടെ ദുഃഖം എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന നദികളെല്ലാം ചൈനയുടെ അനുഗ്രഹമായി മാറിയത് മാഷുടെ ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയതോടുകൂടിയാണ്. രണ്ട് കാര്യങ്ങളാണ് ചൈന ചെയ്തത്. വലിയ വൻകിട ഡാമുകൾ ഒഴിവാക്കി ചെറിയ ചെറിയ ഡാമുകൾ, അപ്പം വൈദ്യുതിയും കിട്ടും, വെള്ളവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ നദികളുടെ രണ്ട് തീരത്തും നിറച്ചു വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. പരിഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുമായിട്ടൊക്കെ യോജിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ അജിതയുടെ അന്വേഷിയാണെങ്കിലും സാറ ടീച്ചറൊക്കെ നമ്മുടെ ഞാൻ ഇരിക്കുമ്പോൾ വനിതാ വിഭാഗത്തിൻ്റെ ചെയർപേഴ്സണായിരുന്നു. അവരെയൊക്കെ ആയിട്ട് യോജിപ്പിച്ച് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ഒരുപാട് ആശയങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട്. പക്ഷേ പലപ്പോഴും മുമ്പോട്ട് പോകാൻ പറ്റാത്ത, ഞാൻ പറഞ്ഞില്ലേ സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളത്, പലപ്പോഴും അവരുടെ ആശയങ്ങളും കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ ഒരു കാരണം പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുമല്ലോ. കേരളത്തിൽ എവരിബഡി ഈസ് പൊളിറ്റിക്കൽ. അതെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇപ്പം രാഷ്ട്രീയ അഭിപ്രായം വേണം, എല്ലാവർക്കും വേണം. അത് എനിക്കുമുണ്ട്, നിങ്ങൾക്കും വേണം, എല്ലാവർക്കും വേണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഭൂരിപക്ഷം. അപ്പോൾ അതിനകത്ത് ഇതുമാതിരിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ തമ്മിലുള്ള എൻ്റെ ഒരു വിലയിരുത്തലാണ്, അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അവർ തമ്മിലുള്ള അവർ എൻ്റെ ഒരു ഇതിൽ എന്തിനാണ് ഇവരിങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു സംഘടന പിരിഞ്ഞ് വേറെ പോവുകയും വേറെ സംഘടനകൾ ഉണ്ടാക്കുകയും എല്ലാവരും കൂടെ സ്ത്രീവേദി എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ പരിഷത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന ജ്യോതി നാരായണനാണ് അതിൻ്റെ ചുമതലയായിട്ട് വന്നത്. എലിയമ്മ വിജയൻ അവരൊക്കെയാണ് വന്നത്. പക്ഷേ ആ സ്ത്രീവേദി ഒന്നും പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഇവരുടെ പ്രവർത്തനത്തിലുള്ള പ്രശ്നമാണോ, ഞാൻ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ ആ രീതിയിലേക്ക് വളരാത്തതിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് കൃത്യമായിട്ട് അത് വേറൊരു പഠനം നടത്തിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ യോജിച്ചുള്ളൊരു പ്രവർത്തനം അവർക്ക് പറ്റുന്നില്ല നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് അവരുടെ പല ആശയങ്ങളോടും നമുക്ക് യോജിപ്പുള്ളപ്പോഴും
പല കാര്യങ്ങളിലും നമുക്ക് അങ്ങനെ യോജിക്കാനും പറ്റില്ല. പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശാസ്ത്രീയമായ നിലപാടുകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, വൈകാരികമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രശ്നം ആണുള്ളത്. പക്ഷേ ഞാൻ ഇവരുമായിട്ടൊക്കെ വളരെ നല്ല റിലേഷൻ തന്നെയാണ് ഇപ്പോഴും അതെ. 1984 വിമൻ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു വലിയൊരു വർക്ക്ഷോപ്പ് നടത്തി. അതിവിടെ ബോംബെ IIT വെച്ചാണ് നടത്തിയത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഞാൻ പോയിരുന്നു. എൻ്റെ കൂടെ നടാധികാരിയും വന്നു. നടയ്ക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. പരിഷത്ത് പ്രവർത്തകയാണല്ലോ നടയും. അപ്പോൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തെങ്കിലും ചോദിച്ചപ്പോൾ ഒരാളും കൂടെ പങ്കെടുക്കുന്നതിന് വിരോധമില്ല, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. അവിടെ ചെന്ന് നല്ല ഇതായിരുന്നു. കാരണം സ്ത്രീകളുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ, സ്ത്രീകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗാർഹിക അധ്വാനത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യാം, അത് ഏതൊക്കെ രംഗത്ത് കൊണ്ടുവരാം. അപ്പോൾ അന്ന് ഇത്രയും മിക്സിയും ഗ്രൈൻഡറും പിന്നെ ഇതൊന്നും ഗ്യാസും ഒന്നും പോലും ആയിട്ടില്ലല്ലോ. അതൊക്കെ സ്ത്രീകളുടെ ജോലി സമയം കുറയ്ക്കാനും അധ്വാനം കുറയ്ക്കാനും എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാം. അപ്പോൾ അവിടെ അത് ഇനോഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഇത് പിന്നെ ഇത്തരം ആശയങ്ങളൊക്കെ നെഹ്റുവിൻ്റെ ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഇന്ത്യയിൽ കാളവണ്ടിയാണ് നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം വയ്ക്കുമ്പോൾ. അപ്പോൾ നെഹ്റുവാണ് ഒരു മീറ്റിങ്ങിൽ ചോദിച്ചതെന്ന്, ഈ കാളവണ്ടിയുടെ ചക്രത്തിൻ്റെ പുറത്ത് ഒരു റബ്ബർ ഘടിപ്പിച്ച ഘർഷണം ഒരുപാട് കുറയൂലേ, കുറച്ചും കൂടെ സ്പീഡും കാളകൾക്ക് കുറച്ചും കൂടെ വിഷമമില്ലാതെ വലിക്കാനും പറ്റൂലേ എന്ന് ചോദിച്ചത് നെഹ്റുവാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതായത് ദീർഘവീക്ഷണമുള്ള പൊളിറ്റീഷ്യൻസിന് അവർ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ശാസ്ത്ര സമൂഹം ഇരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ വിൽ പവർ വേണം. അപ്പോൾ ഇതിൻ്റെ നെഹ്റുവിൻ്റെ സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവിടുത്തെ ഇനോഗ്രൽ സ്പീച്ച്. പക്ഷേ അതിൻ്റെ കഷ്ടം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 3-ാം ദിവസം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. അതിൻ്റെ 3-ാം ദിവസം രാവിലെ മുതലേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുകുശുക്കുന്നു, ഇങ്ങനെ ഇന്ദിരാഗാന്ധി മരിച്ചു. പിന്നെ പെട്ടെന്ന് 12 മണിയായപ്പം എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് പിരിച്ചു വിടുകയാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ മരണം സ്ഥിരീകരിച്ചതും അത് പിന്നെ വെടിവെച്ച് കൊല്ലുമായിരുന്നല്ലോ രാവിലെ. അങ്ങനെ ആ വർക്ക്ഷോപ്പ് മുഴുവനായില്ല. ഇപ്പോൾ ആയ പേപ്പേഴ്സൊക്കെ അവർ നമുക്ക് തന്നയച്ചു. ഒരു നല്ല വർക്ക്ഷോപ്പായിരുന്നു. പക്ഷേ അതിങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ UN അടുത്ത ഇൻവിറ്റേഷൻ വന്നത് പിന്നെ ഗ്ലോബൽ അസംബ്ലി ഓഫ് വിമൻ ആൻഡ് എൻവയോൺമെൻറ്റ്, അവിടെ പേപ്പർ അവതരിപ്പിക്കാനായിട്ട് പരിഷത്തിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അന്നും വനിതാ രംഗത്തിൻ്റെ ചുമതലയൊക്കെ എനിക്കായതുകൊണ്ട് പരിഷത്ത് ആ ഡ്യൂട്ടി എന്നെയാണ് ഏൽപ്പിച്ചത്. അതിപ്പോൾ സംഘടനയ്ക്കാണ് ഇൻവിറ്റേഷൻ വന്നത്. അങ്ങനെ ഞാനവിടെ പോയി. അപ്പോൾ പരിഷത്ത് അടുപ്പ് എങ്ങനെയാണ്, എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതായിരുന്നു പേപ്പർ അവതരിപ്പിച്ചത്. പേപ്പർ ഉണ്ടാക്കിയത് മുഴുവൻ ഞാൻ തന്നെയൊന്നുമല്ല, MPയും ഒക്കെ സഹായിച്ചു. പിന്നെ അന്ന് വീഡിയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, സ്ലൈഡ്സാണ് ഉണ്ടാക്കിക്കൊണ്ട് പോയത്. ഒരു പേപ്പറായിട്ടുണ്ട്, പിന്നെ അല്ലാതെ അവിടെ കാണിക്കാൻ നമ്മൾ ഈ അടുപ്പുണ്ടാക്കുന്നതും അതിൻ്റെ ഇതെല്ലാവരും സ്ലൈഡുകളും ഒക്കെ ഉണ്ടാക്കി പരിഷത്തിൻ്റെ എല്ലാവരും കൂടെ തന്നെ സഹായിച്ച് തന്നെ അതെല്ലാം ഉണ്ടാക്കി തന്നു വിട്ടു. ഇന്ത്യയിൽ നിന്ന് 5 പേരുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആരെയും ഇവിടെങ്ങും വെച്ച് കണ്ടില്ല. ഇവിടുന്ന് ഡൽഹി പോയി, ഡൽഹിയിൽ നിന്ന് ലുഫ്താൻസയിലാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. പിന്നെ ജർമ്മനി പോയി, അവിടെ ഒരു 6 മണിക്കൂറൊക്കെ ഇരുന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പം വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മീറ്റിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അവരും പേപ്പർ അവതരിപ്പിക്കാനുണ്ട്, ഞാനും പേപ്പർ അവതരിപ്പിക്കാനുള്ളവർക്കൊക്കെ റൂമൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല മീറ്റിംഗ് ആയിരുന്നു. കാരണം 500 പേര് ആണ് പങ്കെടുത്തത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉണ്ട്. നമുക്ക് ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എത്ര അറിയാമെന്ന് പറഞ്ഞാലും പ്രൊനൗൺസിയേഷൻ പലരുടെയും മനസ്സിലാവില്ല. നല്ലതായിട്ട് മനസ്സിലാവുന്നത് ആഫ്രിക്കക്കാരുടെയാണ്. കാരണം അവരും ഈ ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ. അത് കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു പ്രൊനൗൺസിയേഷനാണ് നമ്മുടേത്. അത് ഏകദേശം അതേപോലെയുള്ളത് ആഫ്രിക്കക്കാർക്കാണ്. ബാക്കി അമേരിക്കക്കാർ പറയുന്നതിനകത്ത് സ്പാനിഷ് ടിൻ്റാണ് ഒരുപാടുള്ളത്. അതുപോലെ ഓരോ രാജ്യത്തുനിന്ന് വരുമ്പോഴും ഇംഗ്ലീഷ് തന്നെയാണോ ഇവർ പറയുന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്ന പോലെയാണ് അതിൻ്റെ ഈ പ്രൊനൗൺസിയേഷൻ കൊണ്ടുള്ള വ്യത്യാസം. എന്നാലും വലിയ കുഴപ്പമില്ലാതെ അവിടെ പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്ത് ഡിസ്കഷനിലൊക്കെ അവർ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയൊക്കെ പറഞ്ഞു. അത് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിന് പിന്നെ ഒരു അവാർഡൊക്കെ അവരെനിക്ക് പ്രഖ്യാപിച്ചു, $10,000 പക്ഷേ പരിഷത്തത് അന്ന് ഫോറിൻ ഇതൊന്നും വാങ്ങിക്കില്ല എന്നൊക്കെ ഉള്ളതായിരുന്നുകൊണ്ട് നമ്മളത് വാങ്ങിക്കാൻ പോയില്ല. പിന്നെ
5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വേൾഡ് വിമൻസ് കോൺഗ്രസ് ഫോർ എ ഹെൽത്തി പ്ലാനറ്റ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് അവിടെ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ 1200 പേരുണ്ട്. ഇതിൽ 500 പേരായിരുന്നെങ്കിൽ അതിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന, പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന, ഇത് മറ്റേത് ഏതെങ്കിലും ഒരു സക്സസ് സ്റ്റോറി ഉള്ളവരെ മാത്രമാണ് 500 പേരെ വിളിച്ചിരുന്നത്. ഒരു ഇടപെട്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആസാമിൽ നിന്നൊരു ലേഡിയാണ് വന്നിരുന്നത്. അവർ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യാനുണ്ടാക്കിയ അതിനെ പറ്റിയായിരുന്നു വരുന്നത്. അങ്ങനെ പിന്നെ 5 പേരാകെ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നത്. മറ്റേതായപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആളുണ്ട്, 12 പേരുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. 1200 പേര് ആകെ ഉണ്ട്. വന്ദന ശിവയൊക്കെ രണ്ടാമത്തെ മീറ്റിങ്ങിനാണ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് അവിടെ വന്ന പേപ്പേഴ്സൊക്കെ അല്ലാതെ 5 ദിവസത്തെ കോൺഫറൻസ്. ആദ്യത്തെ 5 ദിവസം, ഇതും 5 ദിവസം, 5 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു. നല്ല കോൺഫറൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവസാനം റിയോ കോൺഫറൻസിലേക്ക് സ്ത്രീകളുടെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കൊടുക്കാനുള്ള കോൺഫറൻസ് ആയിരുന്നു അത്. അപ്പോൾ അവിടെ വന്ന അതെല്ലാം എഴുതിയെടുക്കാനുള്ള ടീമിന് എന്നെ എടുത്തിരുന്നു. അപ്പോൾ വന്ദന ശിവ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 2 പേരാണ് ഉണ്ടായിരുന്നത്. അതിന് അവസാനം ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് റിയോ കോൺഫറൻസിൽ അവതരിപ്പിക്കാൻ വേണ്ടി UN ഒഫീഷ്യൽസിനെ ഏൽപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു 81ാം പിറന്നാളൊക്കെ ഞങ്ങൾ ആഘോഷിച്ചപ്പം വന്ദന ശിവ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു, അയ്യോ എത്ര കാലമായി നമ്മൾ കണ്ടിട്ട് എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഇത് നടത്താൻ പറ്റി. അത് മാത്രമല്ല, അമേരിക്കയിൽ അങ്ങനെ പോയല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ ഞാൻ വന്നില്ല. ഞാൻ അവിടെ നിന്ന് വാഷിങ്ടണിലൊക്കെ പോയി സൈറ്റ് സീയിങ് മാത്രമല്ല, അവിടുത്തെ വനിതാ സംഘടനകളുമായിട്ട് ഒരുപാട് മീറ്റിങ്ങുകൾ, ഏഷ്യൻ വിമൻസിൻ്റെ ഒരു ഓർഗനൈസേഷനുണ്ട്, അങ്ങനെയുള്ള അവരുമായിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്തു. കുറേയധികം ഡിസ്കഷൻസ് ചെയ്തു. ഈ ഫെമിനിസം എന്നുള്ളതിനെപ്പറ്റി ലോകത്തിന് അവിടുന്ന് വന്നിരിക്കുന്ന ഒരു, അതായത് ബേൺ ഡെബ്ര മൂവ്മെൻറ്റ് പോലെ സ്ത്രീകളുടെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന മൂവ്മെൻറ്റുകളെ പറ്റിയൊക്കെയാണല്ലോ ഒരു കാലത്ത് അവിടെ ഫെമിനിസത്തിനെതിരായിട്ടുള്ളൊരു വലിയ ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ആ മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരെ പരിചയപ്പെട്ടു, ബേൺ ഡെബ്ര മൂവ്മെൻറ്റിൻ്റെ ആൾക്കാരെ. അവരൊരു ബ്രാ പോലും കത്തിച്ചില്ല എന്നുള്ളത് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഞാനൊക്കെ ഞാൻ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോഴാണ് റീഡേഴ്സ് ഡൈജസ്റ്റിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അത്. അതെ, നമ്മുടെ വീട്ടിലത് വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളെ പരിചയപ്പെടാനും കൂടെ കഴിഞ്ഞു. കുറച്ച് ദിവസം കൂടെ അവിടെ താമസിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ അമേരിക്കയിലെ യാത്രയും. ഈ 2 മീറ്റിങ്ങിലും ലോകത്തെ മുഴുവനും സ്ത്രീകളുമായിട്ടല്ലേ പരിചയപ്പെട്ടത്. അവരോട് ഒരുമിച്ച് ജീവിക്കുന്നു, അവർ എല്ലാവരുമായിട്ട് ഇടപഴകാനും, എല്ലാവരുടെയും ജീവിത രീതി, ഭക്ഷണം എല്ലാം എന്തൊരു ഡിഫറൻ്റാണ്. എന്നാലും നമ്മൾ മനുഷ്യരെങ്ങനെ ഒന്നാകുന്നു എന്നുള്ളതിൽ വലിയ ഉദാഹരണമായിരുന്നു അവിടെ. ഇത് വളരെ എന്നും ഓർക്കുമ്പം മനസ്സിന് സന്തോഷം തരുന്നൊരു ഇതായിരുന്നു ആ മയാമിയിലെ കോൺഫറൻസ്. നല്ല കാലാവസ്ഥയാണ്, നമ്മുടെ ഇവിടുത്തെ പോലത്തെ കാലാവസ്ഥയാണ്. പുറത്തൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചക്കയും ഏത്തപ്പഴവും ഒക്കെ ഉള്ള ഏതാണ്ട് ഇതേ കാലാവസ്ഥയാണ്. അവിടെ സമുദ്ര തീരമാണല്ലോ, അവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്നാണ് പറയുന്നത് ക്യൂബ. അതിൻ്റെ ഒരു പോയി നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ ക്യൂബ കാണാം. ഞാൻ പോയി നോക്കിയിട്ട് എനിക്ക് ക്യൂബയാണെന്നൊന്നും മനസ്സിലായില്ല. ഏതായാലും അന്നൊക്കെ നമുക്ക് ക്യൂബയോടും ഫിഡൽ കാസ്ട്രോയോടും ഒക്കെ ഒരു ആരാധനയാണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂബ ദൂരെ നിന്ന് കാണുന്നത് തന്നെ വലിയ സന്തോഷം. അങ്ങനെ ഒക്കെ പോയിട്ട് വന്നു. ഓഫീസർ കാഡറിലേക്ക് പ്രൊമോഷൻ ആകുമ്പോൾ പിന്നെ ചെറിയ ട്രാൻസ്ഫർ ഉണ്ട്, ബ്രാഞ്ചുകളിലേക്ക് വിടും. അവിടെ ആളുകളില്ല ഓഫീസർ കാഡറിൽ, അതുകൊണ്ട് അപ്പോൾ കോഴിക്കോട്ടായിരുന്നു. അതൊരു വലിയ സൗകര്യമായി. കാരണം ജനറൽ സെക്രട്ടറി മലപ്പുറത്തുണ്ടായിരുന്ന ജനാർദ്ദനാണ് അല്ലേ. അപ്പം നമ്മുടെ ഓഫീസ് അവിടെയായിരുന്നു, കോഴിക്കോടായിരുന്നു. അത് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഒറ്റ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റില്ല. ലേഡീസ് ഹോസ്റ്റലെല്ലാം 7 മണിയാകുമ്പോൾ അടച്ച് പൂട്ടി പട്ടിയെ തുറന്ന് വിടും. അതുകൊണ്ട് എനിക്കത് പറ്റൂലല്ലോ. ഞാൻ 5:30 വരെ AG സർവീസ് ഇരുന്ന് ജോലി ചെയ്തിട്ട് പിന്നെ പരിശുദ്ധ ഭവനിൽ പോയിട്ട് വേണം അവിടുത്തെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ഡാക്ക് നോക്കാനും റിപ്ലൈ എഴുതാനും ജനറൽ സെക്രട്ടറിയോടും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നെ അവസാനം ഒരു വൃദ്ധസദനത്തിൽ താമസം ആക്കി. അങ്ങനെ അവിടുത്തെ അമ്മമാർക്കെല്ലാം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. കാരണം അവിടെ മേളിൽ 2 മുറിയുണ്ട്. അപ്പോൾ അതിൽ ഒരു മുറിയിൽ എൻ്റെ മകൾ സുസ്മിത ഇതേപോലെ മാതൃഭൂമി ജോലിയായി കോഴിക്കോട്ട് ചെന്നപ്പം അവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവരെ പരിചയം. അതുപോലെ ഇതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കാൻ മാതൃഭൂമി പത്രത്തിലൊന്നും ജോലിയുള്ളവർക്ക് പറ്റൂലല്ലോ, അവൾ രാത്രിയൊക്കെ ഡ്യൂട്ടിയൊക്കെ വരുമല്ലോ. അങ്ങനെയാണ് അവൾ അവിടെ നിന്ന്. ആ ഒരു പരിചയത്തിൽ ഞാനവിടെ പോയി ആ പിന്നെ വൃദ്ധസദനത്തിൽ നിന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കാലത്താണ് നമ്മൾ 2 വലിയ പരിപാടികൾ നടത്തിയത്. ഒന്ന് പിന്നെ ഇതിൻ്റെ
ഭോപ്പാൽ ദുരന്തം വന്നല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സയൻസ് ട്രെയിൻ പോയി ഭോപ്പാലിലോട്ട്. നമ്മൾ എല്ലാവരും കൂടെ, പരിഷത്തുകാരെല്ലാവരും കൂടെ ഒരു ട്രെയിൻ നിറച്ച്, വേറെ ആരുമില്ല. നമ്മൾ പിന്നെ അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്ത് അന്ന് ഇതിൻ്റെ ഭാരത ജ്ഞാൻ വിജ്ഞാൻ സമിതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സാക്ഷരതയുടെ പ്രവർത്തനമായിട്ട് വന്നിട്ട് എം പിക്കൊക്കെ നല്ല പരിചയമാണ് അന്ന് അവിടെയൊക്കെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും റെയിൽവേയിലും ഒക്കെ ഉള്ള. അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, സാങ്ഷൻ ചെയ്തു. അങ്ങനെ ഒരു വലിയ യാത്ര. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര സ്വർഗ്ഗമെന്ന് അറിയുന്നത്. ആ ഭോപ്പാലിൽ ദുരന്തം വന്നു, ഒരു പാവങ്ങളാണ് മരിച്ചത്, മുഴുവൻ പാവങ്ങളാണ്. അതിൻ്റെ ചുറ്റും ഈ ഫാക്ടറിയുടെ ചുറ്റും ചെറിയ ചെറിയ കുടിലുകൾ കെട്ടി കുറേ പേര് അവിടുത്തെ താണ ജീവനക്കാരുണ്ട്. കുറേ പേര് ഇവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയും ഇവർക്ക് സാധനം കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കൊച്ചു കടകൾ ഒക്കെ ആയിരുന്നു. അങ്ങനെയുള്ളവരാണ് മരിച്ചു പോയത് അത്രയും. യൂണിയൻ കാർബൈഡ് ശരിക്കും ഇപ്പോഴും നേരെ ചൊവ്വേ കോമ്പൻസേഷനൊന്നും കൊടുത്തിട്ടില്ല. നമ്മളവിടെ പോയി നമ്മുടെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ മുമ്പിൽ പോയി ഒരുപാട് പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി ഗവൺമെൻറ്റിന് റെപ്രസെൻറ്റേഷൻ കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ്റിനെ പോയി നേരിട്ട് കണ്ട പടങ്ങളൊക്കെ സഹിതം റെപ്രസെൻറ്റേഷനൊക്കെ കൊടുത്തു. പിന്നെ അന്ന് വെച്ച് നമ്മുടെ അടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, യൂണിയൻ കാർബൈഡിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് എവറഡി ബാറ്ററി, അന്ന് അതാണ് ബാറ്ററി ഉള്ളത്, എവറഡി ബാറ്ററി ബഹിഷ്കരിക്കുക. ഈ ഒരു ഭോപ്പാലിലെ പിന്നെ ഹത്യയ്ക്ക് എതിരായിട്ട് തന്നെ അതൊരു വളരെ ക്ലിക്ക് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. കാരണം ഈ യൂണിയൻ കാർബൈഡിൻ്റെ ഉദ്യോഗസ്ഥർ അന്ന് പരിഷത്തിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ കാണാൻ വന്നു. അതെ, വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയല്ല ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നും അല്ല അവിടെ ഇങ്ങനെ ഇത് ഉണ്ടായത്, പിന്നെ നിങ്ങൾ എവറഡി ബാറ്ററി ബഹിഷ്കരിക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയണത്, അത് ആ ബാറ്ററി ഒന്നും അവിടെ ഉണ്ടാക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ലപോലെ കൊണ്ടു എന്നുള്ളത് തീർച്ചയാണല്ലോ. അത് അല്ലെങ്കിൽ പിന്നെ അവർ അത്രയും മെനക്കെട്ട് US നിന്നൊക്കെ നമ്മളെ ഈ സംഘടനയുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് വരുമല്ലോ. വന്ന് ഡിസ്കഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞത് നമ്മൾ പറഞ്ഞ് യാതൊരു കാരണവശാലും നമ്മളത് പിൻവലിക്കുന്ന പ്രശ്നമില്ല. കാരണം അല്ലെങ്കിൽ അത്രയും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആലോചിക്കാം. അവിടുത്തെ മരിച്ച കുടുംബങ്ങൾക്കുള്ള ധനസഹായം, ഇത് കാരണം രോഗികൾ, അതുമാത്രമല്ല അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പം അന്നൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായതെല്ലാം വളരെ ഇതായിട്ടാണ്, എന്തെങ്കിലും ഒരു വൈകല്യമായിട്ടാണ്. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തലമുറ കൊണ്ട് പോലും തീരുമില്ലല്ലോ എൻ്റെ ദുരിതം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞ് ഏതായാലും പിന്നെ നമ്മൾ നിരോധനം അങ്ങനെ പിൻവലിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അതൊക്കെ പോയി, കാരണം ഇപ്പം മാർക്കറ്റേ മാറിപ്പോയല്ലോ. ഏതെങ്കിലും ഒരു ബാറ്ററിയൊന്നും അല്ല ഉള്ളൂ. അന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് എവറഡി ബാറ്ററിയാണ്. അപ്പോൾ അത് ബഹിഷ്കരിക്കുക എന്നുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുകയുണ്ടായി. പിന്നെ ഞാനും സരസ്വതിയും ജാനകി ടീച്ചർ എന്ന് പറഞ്ഞ് കണ്ണൂർ ടീച്ചർ ഇപ്പം മരിച്ചുപോയി, KV ജാനകി, ഞങ്ങൾ മൂന്നുപേരും കൂടെ മേധാ പട്കറിൻ്റെ കൂടെ നിരാഹാരം ഇരിക്കാൻ പോയി ബോംബെയിൽ. മേധാ പട്കർ അവിടെ അവർ കൂടെ മറ്റേ സമരമായിരുന്നല്ലോ, വലിയ വൻകിട ഡാമുകൾക്കെതിരെ, പിന്നെ ആദിവാസികളെ ഒഴിപ്പിക്കുന്നതിനെതിരെ ഒക്കെയുള്ള ഒരു സമരമായിരുന്നു. അപ്പോൾ അതേപോലെ വളരെ ഇതായിട്ടുള്ള ഇഷ്യൂസിൻ്റെ ഒക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു നിരാഹാര സമരം തുടങ്ങി. അപ്പോൾ നിരാഹാര സമരം തുടങ്ങിയപ്പം പിന്നെ ഞങ്ങൾ 3 പേര് അവിടെ പോയി അവരുടെ കൂടെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചു. ഞാനും സരസ്വതിയും ജാനകി ടീച്ചർ. അപ്പോൾ മേധാ പട്കറുമായിട്ട് അന്ന് ഭയങ്കര നല്ല ബന്ധമാണ് പരിഷത്തിന്. എന്നോടും വലിയ അടുപ്പമായിരുന്നു. ഇവിടെ എൻ്റെ വീട്ടിലും താമസിച്ചിട്ടൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ. ഇത് അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് പട്ടിണി കിടക്കല്ലേ, അപ്പോൾ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സുഗതകുമാരി ടീച്ചറിനോട് ഭയങ്കര അടുപ്പമായിരുന്നു. അവർ തമ്മിലും വലിയ കമ്പനിയായിരുന്നു, സുഗതകുമാരി ടീച്ചറും മേധാ പട്കറുമായിട്ടും. അപ്പോൾ പിന്നെ സൈലൻറ്റ് വാലിയുടെ കാലത്തൊക്കെ ഞാൻ സുഗതകുമാരി ടീച്ചറിൻ്റെ പ്രകൃതി സംരക്ഷണ സമിതിയിലേക്കും കൂടെ പ്രവർത്തകയാണ്. അങ്ങനെ വളരെ ഇതായിട്ടാണ് നമ്മൾ പിന്നെ RVG മാഷും പ്രൊഫസർ MK പ്രസാദ് അവരൊക്കെയാണ് അന്ന് ഇതിൻ്റെ പ്രധാന പ്രവർത്തകരായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. MB ഒക്കെ ഓഫ് കോഴ്സ്, MB എല്ലാ പ്രവർത്തനത്തിനും നമുക്ക് ഐഡിയാസ് മുഴുവൻ അവിടെ നിന്നാണല്ലോ വരുന്നത്. അതെ, അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ പോയിരുന്നത് വളരെ ഇതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ളത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴും പരിഷത്തിൻ്റെ പ്രവർത്തനത്തിൽ ഈ ഏജിലും പറ്റുന്ന പോലെയൊക്കെ സജീവമാണ്. ദൂരയാത്രകളൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വയനാടിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വയനാട്ടുകാരായിട്ട് വരെയാണ്. ഞാൻ പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ കൂടെ അടുത്താണല്ലോ,
അടുത്ത ജില്ലയാണ്. അപ്പോൾ എനിക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. അവിടെ എന്തെങ്കിലും പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഏതായാലും ഞാൻ വൃദ്ധസദനത്തിലാണ് താമസിക്കുന്നത്. അവിടുന്ന് പോകാനും ബുദ്ധിമുട്ടില്ല. ഒരു രാത്രി അവിടെ ചെന്നില്ല എന്ന് വെച്ചിട്ടൊന്നും പ്രശ്നമില്ല. ഏതെങ്കിലും രക്ഷാപ്രവർത്തകരുടെ വീട്ടിൽ കിടന്നിട്ട് രാവിലെ കുളിച്ചങ്ങ് ഓഫീസിലോട്ട് പോകത്തൊക്കെ പോകും. അതെ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ദിവസം പിന്നെ അവിടെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ അവിടെ ഞാനൊരു മരം നട്ടിട്ടുണ്ട് അവിടുത്തെ താലൂക്ക് ഓഫീസിന് മുമ്പിൽ. ആ മരം അവിടെ നന്നായി വളരുന്നുണ്ടെന്ന് ഇപ്പോഴും അവിടുത്തെ പരിഷത്ത് പ്രവർത്തകർ പറയുന്നുണ്ട്. മറ്റൊരു സംഭവം ഉണ്ടായത്, അവിടെ കുറച്ച് ഒരു സംഘടനയ്ക്കകത്ത് ഇപ്പോൾ സംഘടനാ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തീർക്കാൻ പ്രസിഡൻറ്റ് തന്നെ വരണം എന്ന് പറഞ്ഞ് ഒരു രാത്രി ഡിസ്കഷനാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു ഇത്തിരി കാട് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെയാണ് പോയത്. അവിടെ ചെന്ന് പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പം എല്ലാം നക്സലിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ട കുറേ കുട്ടികളാണ്. അത് എങ്ങനെ എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഏജീസ് ഓഫീസിൽ ഇതുമാതിരി നക്സലൊക്കെ ആയി നമ്മുടെ അവിടെ നിന്ന് ജോലിയൊക്കെ കളഞ്ഞു പോയ ഒരു കക്ഷിയാണ് ഗീതാനന്ദൻ. പിന്നീട് പോയി ജാനുവിൻ്റെ കൂടെ ഒക്കെ പ്രവർത്തനം നടത്തിയല്ലോ. ഗീതാനന്ദനും ഉണ്ട് അവിടെ ഞാൻ ചെന്നപ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പം ഗീതാനന്ദനെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞങ്ങൾ തമ്മിൽ അറിയും, ഞങ്ങൾ ഒരേ ഓഫീസിൽ ഇത്ര കാലം വർക്ക് ചെയ്തല്ലേ ഏജീസ് ഓഫീസിൽ. അപ്പോൾ ഞാൻ ആ പരിഷത്തിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ ഗീതാനന്ദനെ അറിയാം. ഞാൻ ഗീതാനന്ദനെ അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തതല്ലേ എന്ന് ചോദിച്ചത്. അതെ. അപ്പോഴാണ് മറ്റുള്ള പിള്ളേരൊക്കെ അറിയുന്നത് ഗീതാനന്ദനും ഞാൻ തമ്മിൽ നേരത്തെ അറിയാം എന്നുള്ളത്. അങ്ങനെ അവിടെ ഇരുന്നു. അവരുടെ വളരെതായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചു, പരിഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയിട്ട്. അതുപോലെ ഓരോ രംഗത്തെയും ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിചാരിക്കുന്ന പോലെ മുമ്പോട്ട്, ചില പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കൊള്ളുന്നില്ല. പല സാഹചര്യങ്ങളും കൂടെ ഒത്തു വരുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഫലവത്താവുന്നത്. തീരെ പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പം നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാലും ചിലപ്പോൾ അത് വിജയിച്ചോളുന്നില്ല. അങ്ങനെയുള്ള ഉദാഹരണത്തിന് സുഗതകുമാരി ടീച്ചർ എപ്പോഴും എടുത്ത് പറയായിരുന്നു, ഞാൻ കാട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഉള്ള എൻ്റെ 6-1 കാട് ഇപ്പോൾ ഉള്ളത്. പ്രവർത്തിച്ച് ഇത്ര കാട് മുഴുവൻ നശിച്ചിട്ട് എന്നിട്ടാണല്ലോ ടീച്ചർ കൃഷ്ണവനം എന്നുള്ള പദ്ധതിയൊക്കെ പാലക്കാട് തുടങ്ങിയത്, വനം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയൊക്കെ. പക്ഷെ നമ്മൾ ഇപ്പോഴും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈയിടെ ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന പ്രൊഫസർ വി കെ ദാമോദരൻ മരിച്ചല്ലോ. മാഷ് ചൈനയിൽ ചെയ്തൊരു വലിയ ഇതുണ്ട്. എന്നുവെച്ചാൽ മാഷ് ചൈനയിൽ പോയിട്ട് മിനി ഹൈഡൽ പ്രോജക്ട്സ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ്. അതാണ് ചെയ്തത്. ചൈനയുടെ ദുഃഖം എന്നൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന നദികളെല്ലാം ചൈനയുടെ അനുഗ്രഹമായി മാറിയത് മാഷുടെ ആ പ്രോജക്റ്റ് നടപ്പിലാക്കിയതോടുകൂടിയാണ്. 2 കാര്യങ്ങളാണ് ചൈന ചെയ്തത്. വലിയ വൻകിട ഡാമുകൾ ഒഴിവാക്കി ചെറിയ ചെറിയ ഡാമുകൾ. അപ്പം വൈദ്യുതിയും കിട്ടും, വെള്ളവും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ നദികളുടെ 2 തീരത്തും നിറച്ച് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. മറ്റേ ഇതങ്ങോട്ട് കര കവിഞ്ഞ് എല്ലാം നശിപ്പിച്ച് കൊണ്ടിരുന്നതാണല്ലോ. പക്ഷേ ഈ മരങ്ങളൊക്കെ അങ്ങ് പിടിച്ചതോടുകൂടി അങ്ങനെ നദി കര കവിയാതെയായി. പിന്നെ ഈ മിനി ഹൈഡൽ പ്രോജക്റ്റും കൂടെ അതിന് സഹായിച്ചു. പക്ഷേ വലിയൊരു മാറ്റമാണ് ചൈനയിൽ ഈ മിനി ഹൈഡൽ പ്രോജക്റ്റും. അതേസമയം സാമൂഹ്യ വനവൽക്കരണം നമ്മൾ പറയുന്ന നമ്മുടെ ഇവിടെ ഒരുപാട് പ്രാവശ്യം പലപ്പോഴും നടന്നു. പക്ഷേ ചൈനയിലുണ്ടാക്കിയ ഒരു ഇഫക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മളൊരു തൈ നടും, ഇതൊക്കെ വെക്കും, പിന്നെ ആരും തിരിഞ്ഞു നോക്കത്തില്ല, ആ തൈ അങ്ങ് പോവും. പക്ഷെ അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ വിചാരിച്ചാലും ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ അക്കേഷ്യ കൊണ്ടുവന്നതിനെ പറ്റിയൊക്കെ വലിയ ചർച്ചകളായിരുന്നു. അത് പരിഷത്ത് അതിനെ എതിർത്തില്ല, അത് എടുക്കേണ്ടതായിരുന്നു. കാരണം അത് നമ്മുടെ പരിസ്ഥിതിയെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്, വെള്ളം ഒരുപാട് വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുമാതിരിയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ കുട്ടികൾക്ക് സംശയം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് അതൊക്കെ പരിഷത്ത് അങ്ങനെ ചെയ്യാതിരുന്നത്, ഇങ്ങനെ ചെയ്യാതിരുന്നത് എന്നൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ മറുപടിയൊക്കെ പറഞ്ഞു. ഏതായാലും ഒരു പ്രശ്നമില്ലാതെ വളരെ ഒരു കോർഡിയൽ നോട്ടിൽ അവർ പരിഷത്തിൻ്റെ കൂടെ നിൽക്കാം എന്ന് സംബന്ധിച്ചും കൊണ്ട് പിരിയാൻ പറ്റി. എല്ലാം നല്ല മിടുക്കരി പിള്ളേർ കേട്ടോ. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നക്സൽ എന്നൊക്കെ പറഞ്ഞ് ഈ കാട്ടിൽ വന്ന് കിടന്ന് പിന്നെ എന്തെങ്കിലും പോലീസിൻ്റെ വെടികൊണ്ട് ഇത് പോകേണ്ട കാര്യമില്ല. ഇവർക്ക് വാസ്തവത്തിൽ അവരുടെ ആദർശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. നമ്മൾ ഇത്തിരി കൂടെ ഒരു എന്താ പറയണ്ടേ, മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ള സാഹചര്യങ്ങളും കൂടെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നിൽക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാണ് പ്രവർത്തിക്കാൻ വയ്യാത്തത്? ഒരു പ്രശ്നമില്ല. വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും പരിഷത്തൊക്കെ പ്രവർത്തിച്ചിട്ടില്ലേ? എന്തെല്ലാം പറഞ്ഞു, ഫോറിൻ മണി
വാങ്ങിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കര പലതരത്തിലുള്ള ഇതായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുപോലെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നമ്മൾ നടത്തുന്ന സമരമൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര എതിർപ്പാണ്. കാരണം അവരുടെയൊക്കെ ജീവിത മാർഗമാണ്, കൈനോക്കിയും ഒക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത നിയമം അന്ധവിശ്വാസങ്ങൾക്കെതിരെയല്ല, അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെയാണ്. അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലും കേരളത്തിൽ പോലും പാസ്സാക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോലല്ലേ ചെയ്യണ്ടേ. പിന്നെ ഹിംസയൊന്നും ഒന്നിനും ഒരു പരിഹാരവുമല്ല. യുദ്ധം ഒരു പ്രശ്നവും പരിഹരിക്കൂല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുപോലെ തന്നെയാണ് ഹിംസയും, ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അത്തരം ആശയങ്ങൾ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതാണ് വയനാടുമായിട്ടുള്ളതിൽ ഞാൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നൊരു, ഒരുപാട് സ്ഥലത്ത് സംഘടനയാണല്ലോ, ചെറിയ ചെറിയ സംഘടനാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രസിഡന്റ് ചെല്ലണം, ജനറൽ സെക്രട്ടറി ചെല്ലണം അവർ പറയുമ്പോൾ നമ്മൾ പോകാറുണ്ട്. പക്ഷേ അവിടെ ചെന്നിട്ട് എനിക്ക് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം, എൻ്റെ മക്കളുടെ പ്രായമുള്ള ആ കുട്ടികളുടെയൊക്കെ മുഖം ഞാൻ ഇപ്പോഴും മറക്കില്ല. ഒരു 18 വയസ്സ് 20 വയസ്സ് താഴെയുള്ള കുട്ടികൾ